നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സോഫ്റ്റ് ആകുന്നത് വലിയൊരു പ്രശ്നമാണെന്ന്. സോഫ്റ്റ് ആകാതെ ഹാർഡായിട്ടിരിക്കണം. എപ്പോഴും ഹാർഡായിട്ടുള്ള ആളുകളാണ് നേതാക്കളായി മാറുക, ഹാർഡായിട്ടുള്ള ആളുകളാണ് ഡിസിഷൻ മേക്കേഴ്സ് ആവുക, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവുക, ഓർഗനൈസേഴ്സ് ആവുക. അപ്പോൾ ഹാർഡ്നെസ് ഈസ് ഗ്രേറ്റ്. തെറ്റിദ്ധാരണയാണ്. പോപ്പ് ഫ്രാൻസിസ് വളരെ സുന്ദരമായി ഇങ്ങനെ പറഞ്ഞു, മൃദുലതയെ ഭയപ്പെടാതിരിക്കുക, സോഫ്റ്റ് ആകുന്നതിനെ പേടിക്കാതിരിക്കുക. കാരണം സോഫ്റ്റ്നെസ് ദൈവിക ഭാവമാണ്. ഈ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞ കാര്യം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് താവോയിസത്തിൽ ഒരു പ്രമാണം പോലെയായി മാറിയ കാര്യമാണ്. താവോയിസത്തിൽ വൂ വെയ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വൂ വെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട്ലെസ് ആക്ഷൻ. അതായത് ഒരുപാട് എഫേർട്ട് എടുത്തല്ല നമ്മുടെ പ്രവൃത്തികൾ വരേണ്ടത്. അതൊരു പുഴയൊഴുക്ക് പോലെ വരണം, മഴപ്പെയ്ത്ത് പോലെ വരണം. അപ്പോൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ എഫേർട്ട് എടുത്ത് കൊണ്ടുവരുന്നതാണ്. എന്നാൽ മനുഷ്യൻ്റെ സഹജഭാവം അത് മൃദുലതയാണ്. അതിനെ കാലാകാലങ്ങളായിട്ട് നിങ്ങൾ ഹാർഡാക്കി മാറ്റിയതാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കുക, ശരിയാണോ എന്ന്. ഈ താവോയിസം വീണ്ടും പറയും, യിങ് യാൻ രണ്ട് ശക്തികൾ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ, അതിൻ്റെ പ്രവർത്തനം നൈസർഗികമായിട്ടാണ്. അതായത് നാച്ചുറൽ ഫ്ലോയാണ്. ആ നാച്ചുറൽ ഫ്ലോയെ നമ്മൾ അണകെട്ടി മറ്റൊന്നാക്കി മാറ്റുന്നു. മനുഷ്യരുടെ നോർമലായിട്ടുള്ള ആക്ഷനെല്ലാം നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് കളയുന്നു, നമ്മൾ ഹാർഡായി മാറുന്നു. ഈ ഹാർഡ്നെസ് എന്ന് പറയുന്നത് നാച്ചുറാലിറ്റി അല്ല. ഹാർഡ്നെസ് എന്ന് പറയുന്നത് സത്യത്തിൽ വല്ലാത്ത ആർട്ടിഫിഷ്യാലിറ്റിയാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ക്വയറ്റ് സ്ട്രെങ്ത് ഓഫ് സോഫ്റ്റ്നെസ് എന്ന പേരിലൊരു സുന്ദരമായ പുസ്തകമുണ്ട്. അതായത് സോഫ്റ്റ്നെസ്സിനാണ് റിയൽ സ്ട്രെങ്ത് ഉള്ളത്. ഇനി നിങ്ങൾ സാധാരണ ശരീരശാസ്ത്രത്തിലേക്ക് വരിക. ഈ റിജിഡ് ഹാർട്ടാണ് വീക്ക് ഹാർട്ട്, സോഫ്റ്റ് ഹാർട്ടാണ് സ്ട്രോങ് ഹാർട്ട്. ഡോക്ടർമാരോട് ചോദിക്കുക, ഞാൻ ഈ പറഞ്ഞ സത്യമല്ലെന്ന്. അതായത് നിങ്ങളുടെ ഹൃദയം സോഫ്റ്റ് ആകുമ്പോഴാണ് അത് സ്ട്രോങ് ഹാർട്ടായിട്ട് മാറുക. അല്ലെങ്കിൽ ശിലാഹൃദയം എന്നൊക്കെ പറയില്ലേ. ഈ സ്റ്റോൺ ഹാർട്ട് സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. എന്താണ് സ്റ്റോൺ ഹാർട്ട് സിൻഡ്രം എന്ന് പറയുന്നത്? അതായത് ഹാർട്ട് മസിൽസ് ഒരുപാട് സ്ട്രെസ്ഫുൾ ആക്കി മാറ്റി അതിങ്ങനെ വലിഞ്ഞും മുറുകി വരുന്ന അവസ്ഥയാണത്. അപ്പോൾ ഈ സ്റ്റോൺ ഹാർട്ട് സിൻഡ്രം വന്നു കഴിയുമ്പോൾ മനുഷ്യർക്ക് എന്താ പറ്റുക? അവർ മരിച്ചു, ചത്തുപോകും. അതാണ് സംഭവിക്കുക. അപ്പോൾ ചില ആളുകൾ ശിലാഹൃദയമുള്ളവരാണെന്നൊക്കെ പറയില്ലേ, അവർ ശിലാഹൃദയമുള്ളവരായി മാറുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അവർക്ക് തന്നെയാണ്. അവരെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ചില പഠനങ്ങൾ പറയുന്നുണ്ടല്ലോ, ആണുങ്ങൾക്ക് പൊതുവെ ഹാർട്ട് അറ്റാക്ക് കുറവാണെന്ന്. അവർക്ക് ഹാർട്ടില്ലാത്തതുകൊണ്ടല്ല, അവർ സകല സമ്മർദ്ദവും അവരുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിട്ട് അവർ പരുഷഭാവം എടുത്തണിഞ്ഞ് ഭയങ്കര ഹാർഡായിട്ട് അഭിനയിക്കുകയാണ്. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അഭിനയിച്ച് കാലത്തിന് മുമ്പ് അവർ കെട്ടുപോവുകയാണ്, ചത്തുപോവുകയാണ്. അങ്ങനെ സംഭവിക്കേണ്ട ആവശ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. നമ്മുടെ കേരള പോലീസിൻ്റെ തന്നെ ആപ്തവാക്യം എടുത്ത് നോക്കുക. ദൃഢകൃത്യം മൃദുഭാവേ, അതായത് ദൃഢകൃത്യമാണ് ചെയ്യുന്നത്, പക്ഷെ മൃദുഭാവത്തോടു കൂടിയാണ് അത് ചെയ്യേണ്ടത്. സോഫ്റ്റ്നെസ്സോടു കൂടിയാണ് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നർത്ഥം. അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, വെറുതെ ബലം പിടിച്ച് മസിൽ പിടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ജീവിതം നോക്കി കാണുക എന്ന് കരുതി ദേഷ്യപ്പെടണമെന്നാണോ? ദേഷ്യപ്പെടണം. യുവർ ആങ്കർ ഈസ് ദ ഹൈ പിച്ച് ഓഫ് യുവർ ലവ് എന്ന് ആരോ കുറിച്ച് വെച്ചിട്ടുണ്ട്. കവിത പോലെ തോന്നില്ലേ? അതായത് നിങ്ങളുടെ ദേഷ്യം പോലും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഹൈ പിച്ചാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഹൈ പിച്ചോടുകൂടി നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കാം, അതൊരു പ്രശ്നമല്ല. അത് സത്യത്തിൽ ഒരാൾ സ്ട്രോങ് ആയിരിക്കുന്നതിൻ്റെ ഭാവമാണ്. അപ്പോൾ ആ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബമൊക്കെ സ്വസ്ഥമായിട്ട് പോകും. വെറുതെ ഇങ്ങനെ ബലം പിടിച്ച് നടക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരാണ് മറ്റുള്ളവരുടെ പ്രശ്നവുമായി മാറുക. ലാവോട്സോയെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു അരുവിയിൽ കിടക്കുന്ന സ്റ്റോൺ, പാറക്കല്ല്, ഈ അരുവി പതുക്കെ 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 അതിനെ തഴുകി 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 അതിനെ ഷേപ്പാക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ രംഗം. ഈ പാറക്കല്ല് പതുക്കെ സോഫ്റ്റായി മാറുകയാണ്. പാറക്കല്ല് സോഫ്റ്റായി വെള്ളാരം കല്ല് പോലെയായിട്ട് മാറുന്നു. അപ്പോൾ പതുക്കെയാണെങ്കിലും ഈ ജെൻറ്റിൽ ടച്ച് ഓഫ് ദ സ്ട്രീം മേക്സ് ദ റോക്ക് എ പെബിൾ.
എ വെരി സോഫ്റ്റ് സ്റ്റോൺ. അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര റഫായിട്ടുള്ള ഒരാളുണ്ടെന്ന് കരുതുക, നിങ്ങളും തിരിച്ച് റഫായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവിടെ എന്ത് മാറ്റം ഉണ്ടാകാൻ പോകുന്നത്? ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ കുടുംബം മൊത്തത്തിൽ ചിതറിക്കപ്പെടും. അതിനപ്പുറത്തേക്ക് വേറെ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ക്ഷമാർദ്രതയോടുകൂടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ശിലാഹൃദയത്തിൽ പോലും ഒരു പുഴയൊഴുക്ക് വന്നു തരാം. അത് ഞാൻ വെറുതെ പറയുന്നില്ല. കന്മതം എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കന്മതം എന്ന് പറയുന്നത് എന്താണ്? ശിലക്കുള്ളിലുള്ള ചെറിയ നീരൊഴുക്കിനെയാണ് കന്മതം എന്ന് പറയുന്നത്. ആ നീരൊഴുക്കാണ് കന്മതം. അക്വഫയർ എന്ന് പറയുന്നത് എന്താണ്? ശിലക്കുള്ളിൽ വെള്ളം ഉള്ള ആ സാധ്യതയാണ് അക്വഫയേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കല്ല് പോലത്തെ മനുഷ്യൻ്റെ ഉള്ളിലൊരു പുഴയൊഴുക്കുണ്ട്, ഒരു മഴപ്പെയ്ത്തുണ്ട്. അത് കാണാനായിട്ട് കുറച്ചുകൂടി ജ്ഞാനം വേണമെന്ന് മാത്രം. അത് തൊട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ഷമ വേണമെന്ന് മാത്രം. അങ്ങനെ ജ്ഞാനത്തോടുകൂടി ക്ഷമയോടുകൂടി ആളുകളെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ക്രൈസ്റ്റിനെയൊക്കെ ചിത്രീകരിക്കുന്നത് തിരുഹൃദയമായിട്ട്, തുറക്കപ്പെട്ടൊരു ഹൃദയം. ദൈവം എപ്പോഴും ഹൃദയമാണ്, തുറക്കപ്പെട്ട ഹൃദയം, അതായത് മുറിക്കപ്പെട്ട ഹൃദയം. ഈ ഗ്രീക്കുകാർ പറയും, നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ ഹൃദയം എടുത്ത് പരിശോധിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട്. ആർക്കും വേണ്ടി തുറക്കപ്പെടാത്ത, ആർക്കും വേണ്ടി മിടിക്കപ്പെടാത്ത, ആർക്കും വേണ്ടി മുറിവേറ്റ് വാങ്ങാത്ത ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയമെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഇനി പാതാളത്തിലാണ്. അതേസമയം നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെട്ട ഹൃദയമാണ്, മുറിവേറ്റ ഹൃദയമാണ്. മുറിവേറ്റ് ഇപ്പോൾ വൈകൃത രൂപത്തിലായ ഹൃദയമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹൃദയം സ്വർഗത്തോളം എത്തിച്ചേരും. ഈ തിരുഹൃദയം എന്ന കോൺസെപ്റ്റ് അത് തന്നെയാണ്. തിരുഹൃദയത്തിൽ നിന്നും വെള്ളവും രക്തവും പുഴ പോലെ ഒഴുകി എന്ന് ഒരു വാക്കുണ്ട്. ബെൻഹറിൻ്റെ സിനിമയിൽ ക്രൈസ്റ്റിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ വെള്ളവും രക്തമൊക്കെ മഴവെള്ളത്തിൽ ചേർന്ന് അതിങ്ങനെ ഒഴുകിയിറങ്ങി ഒരു കുഷ്ഠരോഗി അത് തൊട്ട് കഴിയുമ്പോൾ അയാളുടെ രോഗം മാറുന്നുണ്ട്. ഈ ഹൃദയമുള്ള മനുഷ്യരൊക്കെ രോഗം മാറ്റുന്നവരാണ്, സൗഖ്യമേകുന്നവരാണ്. അവർ സ്വർഗത്തിൻ്റെ വക്താക്കളായി മാറുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് ഓർക്കണം, നമ്മളുടെയൊക്കെ ശരീരം റിജിഡാവുന്ന എപ്പോഴാണ്? നിങ്ങൾ യാത്ര കഴിയുമ്പോഴാണ്. ഇത് ലൗഡ്സയുടെ ഒരു നിരീക്ഷണമാണ്. ഈ വൃക്ഷങ്ങളൊക്കെ റിജിഡായി മാറുന്നത്, അത് ഒടിഞ്ഞു പോകുന്നത് അതിൻ്റെ അകത്ത് മൃദുത്വം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്, ചത്തുപോകുമ്പോഴാണ്. മനുഷ്യർ അങ്ങനെ തന്നെയാണ്. മനുഷ്യരിൽ മൃദുത്വം മാറിക്കഴിയുമ്പോൾ അവർക്ക് മൃത്യുഭാവം വരുന്നു, മൃദത്വം വരുന്നു. അവർ പിന്നെ ഉണക്ക മരങ്ങളെ പോലെയാണ്. അപ്പോൾ നമ്മൾ ഡെഡ് ബോഡി എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഡെഡ് ബോഡിയിൽ ഒരു സോഫ്റ്റ്നെസ്സും ഇല്ല, വളരെ ഹാർഡാണ്. ഡെഡ് ബോഡി പോലെ ജീവിക്കുന്ന മനുഷ്യരും ഒരു സോഫ്റ്റ്നെസ്സും ഇല്ലാതെ ഹാർഡായിട്ട് ജീവിക്കുകയാണ്. അവരെ പെട്ടെന്ന് ഒടിച്ചു കളയാൻ ആർക്കും പറ്റും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ ഭയങ്കര ഹാർഡായിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ തകർത്തെറിയാൻ ഒരൊറ്റ വാക്ക് മതി. കാരണം നിങ്ങൾ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് അഭിനയിച്ച് ആർട്ടിഫിഷ്യലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ നിലത്തേക്ക് പറിച്ചെറിഞ്ഞിടാൻ ഒരു കുറ്റപ്പെടുത്തൽ മതി, നിങ്ങൾ തകർന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ചങ്ങാതി, നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ചുകൂടി മൃദുല ഭാവത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക. ഈ നോബൽ പീസ് പ്രൈസ് ആൽഫ്രഡ് നോബൽ എങ്ങനെയാണ് കൊണ്ടുവന്നത്? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഫ്രഞ്ച് പത്രങ്ങളിലൊന്നിൽ ഒരു കുറിപ്പ് വന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ മരണത്തിൻ്റെ കച്ചവടക്കാരൻ മരിച്ചു, ഇങ്ങനെയായിരുന്നു തലക്കെട്ട്. അത് വായിച്ച് അദ്ദേഹം അമ്പരന്നിരുന്നു. കാരണം അനുഭവമൊക്കെ കണ്ടെത്തിയ ആളാണല്ലോ. അപ്പോൾ ഞാൻ മരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയാൻ പോവുക. മരണത്തിൻ്റെ കച്ചവടക്കാരൻ അയാൾ ഇരുന്ന് ചിന്തിച്ചു, ഇത്ര ഉള്ളൂ എൻ്റെ ജീവിതത്തിൻ്റെ വില, ഇത്ര വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ഞാൻ മരിക്കുമ്പോൾ മരണത്തിൻ്റെ കച്ചവടക്കാരൻ എന്ന് മാത്രമേ ആളുകൾ പറയുള്ളൂ. അപ്പോൾ ഈ മരണത്തിൻ്റെ കച്ചവടക്കാരൻ സമാധാനത്തിൻ്റെ പാലകനായി മാറണം. അങ്ങനെയാണ് അയാൾ കിട്ടിയ തുക മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നൊബൽ പ്രൈസ്, പീസ് പ്രൈസ് സ്ഥാപിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് അടയാളപ്പെടുത്തപ്പെടുക? ഭയങ്കര റഫ്, ഭയങ്കര ടഫ്, ഭയങ്കര ഹാർഡ്, ഒരാൾക്ക് അടുക്കാൻ പറ്റാത്ത വിധത്തിൽ വല്ലാത്തൊരു മനുഷ്യൻ, അങ്ങനെയാണോ നമ്മൾ മരിച്ചു പോകാൻ പോകുന്നത്? അതോ സദാ മറ്റൊരാൾക്ക് ഇടമുള്ള തുറന്നിട്ട വാതിൽ പോലുള്ള ഹൃദയമുള്ള ഒരാൾ? എങ്ങനെയായിരിക്കും ലോകം നമ്മെ വിളിക്കുക?
അതുകൊണ്ട് പ്രിയപ്പെട്ട ചങ്ങാതി, ബലം പിടിച്ച് മസിൽ പിടിച്ച് ജീവിതം വെറുതെ കെടുത്തി കളയണ്ട. കുറച്ചുകൂടി സോഫ്റ്റ് ആവുക. സോഫ്റ്റ്നെസ്സിനെ ഭയപ്പെടാതിരിക്കുക. നല്ല യാത്ര നേരുന്നു.